സങ്കീർത്തനങ്ങൾ അധ്യായം 96. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവിന് ഒരു പുതിയ സ്തുതി അർപ്പിക്കുവിൻ. ഭൂതലം മുഴുവനുമേ കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിനെ സ്തുതിച്ച് തൻ്റെ തിരുനാമം വാഴ്ത്തുവിൻ. പ്രതിദിനം തൻ്റെ രക്ഷയെ അറിയിപ്പിൻ. ജാതികളിൽ തൻ്റെ ബഹുമാനവും നാനാജാതികളിലും തൻ്റെ പ്രവൃത്തികളും പ്രസിദ്ധമാക്കുവിൻ. എന്തെന്നാൽ നമ്മുടെ കർത്താവ് വലിയവനും എത്രയും സ്തുത്യനും സർവദേവന്മാരുടെയും മേൽ ഭയങ്കരനുമാകുന്നു. ജാതികളുടെ സകല ദേവന്മാരും മായയാകുന്നു, എന്നാൽ കർത്താവോ ആകാശങ്ങളെ സൃഷ്ടിച്ചവനാകുന്നു. പ്രഭയും മഹത്വവും തിരുമുമ്പാകെയുണ്ട്. ബലവും സ്തുതിയും തൻ്റെ പരിശുദ്ധ സ്ഥലത്തും ഉണ്ട്. ജാതികളുടെ ഗോത്രങ്ങളായുള്ളവേ, കർത്താവിന് കൊടുപ്പിൻ. മഹത്വവും ബഹുമാനവും കർത്താവിന് കൊടുപ്പിൻ. കർത്താവിന് തൻ്റെ തിരുനാമത്തിന് തക്ക ബഹുമാനം കൊടുപ്പിൻ. കാഴ്ചകൾ കൊണ്ടുവന്നു തൻ്റെ പ്രാകാരങ്ങളിൽ പ്രവേശിപ്പിൻ. തൻ്റെ വിശുദ്ധ പ്രാകാരത്തിൽ കർത്താവിനെ ആരാധിപ്പിൻ. സർവഭൂമിയും തിരുസന്നിധിയിൽ ഇളകട്ടെ. കർത്താവ് രാജ്യഭരണം ചെയ്യുന്നു. ജാതികളിടയിൽ പറയുവിൻ, ഭൂമി ഇളകാതെ വണ്ണം താൻ സ്ഥിരപ്പെടുത്തി. ജാതികൾക്ക് നേരോടെ ന്യായം വിധിക്കും. സ്വർഗങ്ങൾ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും സമുദ്രം അതിൻ്റെ പൂർണ്ണതയോടെ ആഹ്ലാദിക്കുകയും ചെയ്യും. വയലുകളും അവയിലുള്ളതൊക്കെയും ശക്തി പ്രാപിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഭൂമിയെ വിധിപ്പാൻ എഴുന്നള്ളുന്ന കർത്താവിൻ്റെ മുമ്പാകെ സ്തുതി പാടും. താൻ ഭൂതലത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും ന്യായം വിധിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.